ഹലോ നമസ്കാരം. മൂവി വേൾഡ് മിനി സ്ക്രീനിലേക്ക് സ്വാഗതം. ഈ രണ്ടുപേരെ നിങ്ങൾക്കറിയാം, ഒറ്റ ഫ്രെയിമിൽ തന്നെ എടുക്കുകയാണ്. രണ്ടുപേരെ നിങ്ങൾക്കറിയാം. കാര്യം കുറച്ച് നാൾ മുന്നേ ഞാൻ ഇവർ രണ്ടുപേരെയും സെപ്പറേറ്റ് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരിപ്പം ഒരുമിച്ചിരുത്തിന് കുറേ കാരണങ്ങളുണ്ട്. ഇവിടെ ഒരു തേപ്പുകാർ കിട്ടിയ ഒരാളുമുണ്ട്. ഇവിടെ പിന്നെ തേപ്പുകാരെ കിട്ടിയിട്ടുണ്ട്, പറയാൻ കുറച്ച് മടി. ഇതൊക്കെ നമുക്ക് ഇന്നൊരു വിശേഷങ്ങളിലൂടെ പോകാം. കുറച്ച് ഫണ്ണായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ രണ്ടുപേർക്ക് സ്വാഗതം. നമസ്കാരം. 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 ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്, നമ്മൾ രണ്ട് ക്യാമറ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ കിരണിന്റെ അടുത്ത് തന്നെ പറയാം. കിരണിന്റെ ഇന്റർവ്യൂ കണ്ടു. കുറെ ആൾക്കാർ കിരണിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് ആ ഇന്റർവ്യൂവിൽ മനസ്സിലായില്ലേ? സത്യമല്ലേ? എന്താ പറയാനുള്ളത്? ഇല്ല, ഒരുപാട് പേര് അതിനകത്ത് കമന്റ് ചെയ്തു. നമ്മുടെ സീരിയലിനെ കുറിച്ച്, നമ്മുടെ സീരിയലിനെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ കമന്റ് ചെയ്തു. ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ക്യാരക്ടറൊക്കെ ഇവിടെ നിനക്ക് തേപ്പ് കിട്ടിയതിനകത്ത് കുറെ ആൾക്കാർ നിന്നെ സപ്പോർട്ട് ചെയ്തത്. അല്ലല്ല, ആ കഥയാണല്ലോ ഏറ്റവും കൂടുതൽ അതിനകത്ത് വന്നിരിക്കുന്നത്. അതെ, ആ കഥയാണ് വന്നിരിക്കുന്നതെങ്കിൽ ചേട്ടാ, ഈ തേപ്പ് കിട്ടിയത് അല്ല, അതിങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അത് വിട്ടേക്ക്, ഞാൻ അത് പറയണമല്ലോ. അതുകൂടെ പറയാനല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ല ഞാൻ ചിരിച്ചതല്ല. പിന്നെ ഞാൻ പണ്ട് വർക്ക് ചെയ്ത കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, ഈ ഇന്റർവ്യൂവിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താ അറിയോ, ഞാനും പെയിന്റിങ്ങിന് പോയിട്ടുണ്ട്, ഞാനും ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. അല്ല അവൻ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞാണ്, എടാ നിന്റെ റീച്ച് കുറവാണല്ലേ, എനിക്ക് റീച്ച് എന്താണെന്നറിയാം, അവിടെ സിമ്പതി വേണം, പറയടാ നിന്റെ സിമ്പതിക്കാരാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞേ, ഈ ഇന്റർവ്യൂ കണ്ടവരാരും ഇപ്പം എന്നെ അറിയാന്നുള്ളവരുണ്ട്, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്തിരുന്നു, ചുമ്മാ പറഞ്ഞു. അല്ലല്ല, വെറുതെ പറഞ്ഞതെന്നല്ലേ ഞാൻ പറഞ്ഞത് കുറച്ച്. ഞാൻ 25 വർഷം വാടക വീട്ടിൽ കിടന്നതാണെന്നും ഞാൻ ഇത്തരം പണികൾ ചെയ്ത് നടന്നവനാണ്. ഇത് ഞാൻ പറയാണ്ടിരുന്ന ചിലപ്പോൾ ആരുടെ അതിനകത്ത് ഒരു കമന്റ് ചെയ്യും, നീ ഇന്ന പണിക്ക് പോയിട്ടുള്ളവനല്ലടാ പുള്ളി പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലേ അതുകൊണ്ട് ഞാൻ എന്റെ കുറെ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞാണ്. അങ്ങനല്ല അങ്ങനെ പറഞ്ഞ ചെറിയ അല്ല അവനെപ്പറ്റി ഹാർഡ് വർക്ക് ചെയ്തതിനെ പറ്റി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവൻ ചെയ്തിട്ടുള്ളതാണ്. ഞാനപ്പോൾ അവനെൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞത് മൊത്തം മറ്റേ കുറച്ച് ഹൈ എൻഡിലുള്ള സാധനങ്ങളായി പോയി. ശരി കം ടു ദ പോയിന്റ്. ഇല്ലില്ല, നമ്മള് മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലതും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിപ്പം നിങ്ങൾ ഉദ്ദേശിച്ച മറ്റേ രീതിയിലുള്ള സ്ട്രഗിളിങ് ആവാം. ഇല്ല, അവന്റെ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങട്ടെ. അവൻ പറഞ്ഞ ചോദിക്കുമ്പോഴേ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ആൾക്കാരെ ഇടിച്ചു കയറി പോയി സംസാരിക്കുന്ന ഒരു ഹോബി ഉണ്ടല്ലേ? ഇടിച്ചു കയറി പോയിട്ട് നേരത്തെ നമ്മുടെ ഇന്റർവ്യൂല് പറഞ്ഞു. പക്ഷെ ആ ഇന്റർവ്യൂല് കുറെ കമന്റ്സ് ഒക്കെ വന്നതിനകത്ത് ഒരാളുണ്ട്, ഇവനെ കണ്ടാലേ അറിയാം ഇടിച്ചു കയറുന്നവരാണ്. എവിടെയൊക്കെ ഇടിച്ചു കയറിയിട്ടുണ്ട്? ഇല്ല, ഞാൻ ഇടിച്ചു കയറുക എന്ന് ഉദ്ദേശിച്ചത് പ്രത്യേകിച്ച് ക്രൗഡ്സിൽ നമ്മളെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഉള്ളിടത്ത് നമ്മൾ ഇടിച്ചു സംസാരിക്കാനും പുതിയ ഒരാളെ പരിചയപ്പെടാനും ഒന്നും എനിക്കൊരു മടിയില്ല. പുതിയ ഒരാളുടെ സംസാരിച്ച് കുറച്ചു നേരം. ഏറ്റവും കൂടുതൽ ഇവിടെ ചോദിക്കാം, ഏറ്റവും കൂടുതൽ ഇടിച്ചു കയറി സംസാരിക്കുന്ന ആരോടാ? നിങ്ങളോടാണോ? ഇല്ല, അവൻ സത്യം പറയാം. ഇന്ന് അതിനുള്ള ഒരു കോടതിയാണ്. സത്യം മാത്രമേ പറയാം. ഞാൻ സത്യസന്ധ അവൻ എല്ലായിടത്തും നോർമലാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആൺ പെൺ വേർതിരിവൊന്നുമില്ല. അവൻ എല്ലായിടത്തും നോർമലായിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അവൻ ചിലപ്പോൾ എന്നോട് നേരെ വിലല്ലോ സംസാരിക്കും. ഞാൻ ആണല്ലേ? അല്ല, പുള്ളിയോട് സംസാരിച്ചില്ല. ഫീമെയിൽ ആങ്കർ ഇപ്പൊ ചേട്ടനടുത്ത് ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കാൻ നോക്കുന്നില്ല. ഫീമെയിൽ ആങ്കർ ആദ്യം ഇങ്ങനെ ചോദിക്കും, ഇൻസ്റ്റേഡി എന്താ അത് ധരിക്കില്ലടാ, ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കും. ചോദിക്കും ഇൻസ്റ്റേഡി അല്ല, അങ്ങോട്ട് ഇരിക്കും. തിരിച്ച് കാലെടുത്തിട്ട് എങ്ങനെ ഇരിക്കുന്നത്? തിരിച്ചിങ്ങനെ ഇരിക്കും, തിരിച്ചിങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അധികം കാണിക്കണ്ട, ബാക്കി ഞാനിവിടെ നിന്ന് കാണിക്കും. ഇവിടെ കാണിക്കാം. ഞങ്ങള് കുറച്ച് നാളായല്ലോ കണ്ടുള്ളൂ. നീ എന്നാ പോടാന്ന് വിളിക്കുന്നത് ആ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് വേറെ ഒന്നും വിചാരിക്കില്ല. ഇവിടെ കാണിക്കണം, ഇവിടെ കാണിക്കണം. അല്ല, അവൻ കാണിക്കാനായിട്ട് ഒന്നും കാണത്തില്ല. അല്ല, ഒന്നും കാണത്തില്ല, അതാണ് ഒന്നും കാണത്തില്ല, എല്ലാം കാണാതുള്ള പരിപാടികളാണ്.
നമ്മളിങ്ങനെ ചോദിക്കും, നമ്മൾ കുറച്ച് പരിചയപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ഫോളോവേഴ്സ് കുറവാണ്, ഇൻസ്റ്റ ഐ ഡി ഏതാ, ഒന്ന് ഫോളോ ചെയ്യോ എന്ന് ഞാൻ ഓപ്പണായിട്ട് ചോദിക്കും. ഇനി എനിക്കൊന്നും ഒളിച്ചു വെക്കാല്ല. ഇല്ല, ഞാൻ പറഞ്ഞുതരാം സംഭവം. നമ്മളിപ്പോ ലുലുമാളിൽ പോകുന്നു, ഒരാളെ ഫോട്ടോ എടുക്കുന്നു. ഇപ്പൊ നിങ്ങൾ പോകുന്നു, നിങ്ങൾ ആരുടെ ഫോട്ടോ സെൽഫി എടുക്കുന്നു. സെൽഫി എടുത്ത് കഴിഞ്ഞാൽ ശരി, സെൽഫി എടുത്ത് കഴിയും, മെൻഷൻ ചെയ്യണേ ഇൻസ്റ്റേരി. എന്താ എന്റെ പേര് അനൂപ് സൂര്യ, ഇവന്റെ പേര് കിരൺ ദേവ്. ആരും ചോദിക്കില്ല, പക്ഷെ ഇതുവരെയെങ്കിലും നിന്നെ ആരെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ആരും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? എത്രയോ ആൾക്കാർ അങ്ങനെ പറയുന്നത്. പാവം പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക. മൊബൈൽ കയ്യിലില്ല, മൊബൈൽ കയ്യിലില്ല. അല്ല, സ്റ്റോറി മെൻഷൻ ചെയ്യുന്ന എത്ര നാൾ കിടക്കും നമ്മുടെ ഇൻസ്റ്റയില്? ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇഷ്ടംപോലെ. എത്ര പേര് നീ ചാറ്റ് ചെയ്തിട്ടുണ്ട്? ചാറ്റ് ചെയ്യുന്ന നോർമൽ ചാറ്റ് ചെയ്യാറുണ്ട്. അവർ അങ്ങനെ വരുന്നവരൊക്കെ പിന്നെ ഒരു കാര്യം തനിക്ക് കാണിക്കാൻ പറ്റും, കാണിക്കണോ? എന്റെ ഇൻസ്റ്റയില് ചാറ്റ് ചെയ്യുന്ന എല്ലായിടത്തും കാണിക്കാം. നോക്കിക്കോ, അങ്ങോട്ട് കാണിക്കേ, ക്യാമറ കാണിച്ചു കൊടുക്ക്. എന്താ കാണേണ്ടത്? എന്റെ ചാറ്റ് ഹിസ്റ്ററി ഞങ്ങൾ നോക്കിക്കോളാം. നോക്കിക്കോ. ഹിസ്റ്ററിക്കകത്ത് ഇത് മൊത്തവും ഇതേ സംഭവം എന്ന് പറഞ്ഞാലേ ഫിലിപ്പ്. ഓക്കെ, ഡണ്ണ്. എന്താ കമന്റ് ചെയ്യേണ്ടത്? ഇത് കാണിക്കണം. ഓട് ഇതിനോട് ബാക്കി ഇവിടെ അത് ചോദിക്കും. എന്റെ വീഡിയോ കണ്ടിട്ട്, എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് കമന്റ് ചെയ്യൂ. ഞാൻ എന്താ കമന്റ് ചെയ്യണ്ട? അങ്ങനല്ല, ഈ ഇന്റർവ്യൂ കണ്ടിട്ട് ചോദിച്ചതാ ഇതിനൊക്കെ ഞാൻ എന്ത് കമന്റ് ചെയ്യണം എന്നത് ചോദിച്ചതാണ്. നമ്മുടെ യൂട്യൂബിൽ എപ്പിസോഡ് വരുമ്പം പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, കമന്റ് ഒരാള് എന്നും ഇവൻ ഇല്ലാത്ത എപ്പിസോഡിൽ കമന്റ് ചെയ്യും. അനൂപ് സൂര്യയുടെ ആക്ടിങ് ക്ലിയർ, സുമേഷ് പൊളി. ആ എപ്പിസോഡ് നീ ഒന്ന് കാണിച്ചു. ആ എപ്പിസോഡ് ഞാൻ കാണിച്ചത് ഇവിടുന്ന് അഴിവ്. ശരി, കാണിക്കേ. ഞാൻ എന്തായാലും കാണിച്ചില്ലേ ഓപ്പണായിട്ട്, നീ കാണിക്കേ. ആ എപ്പിസോഡില് ആ കമന്റ് കാണിക്കേ. കാണിക്കടാ, നീ കാണിച്ചിട്ട് പോയാ മതി. കാണിക്കുന്നില്ല. ഓ, അപ്പൊ അവന് പോസിറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോ കുറെ നല്ല കമന്റ്സ് വരുന്നു. ഞാൻ നെഗറ്റീവ് ചെയ്യുമ്പോ എനിക്ക് ഒരാളെങ്കിലും നല്ല കമന്റ് ചെയ്യുന്നവന് ഇഷ്ടപ്പെടുന്നില്ല. നോക്ക്, ഇതെല്ലാരും പ്രേക്ഷകരെ കണ്ടു. അങ്ങോട്ട് വിളിച്ച് ഓക്കെ, ഇനി അടുത്തത് പറ. ഇനി അങ്ങോട്ട് പോവാം. ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും മൊബൈലില്? ഇല്ലെന്നാ, അങ്ങനെയൊന്നുമില്ല. ഈ എളിമയാണ് കിരണിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കേട്ടോ. അവൻ്റെ അടുത്ത് അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചോദിക്കാനും തോന്നുന്നില്ല. അതൊക്കെ പോട്ടെ, അന്ന് ആ തേപ്പ് കഥയുടെ കഥകളൊക്കെ അറിയാത്തവർ അറിഞ്ഞപ്പോ എന്താ ചോദിച്ചത്? അല്ല, എന്നെ പേഴ്സണലി അറിയുന്ന പലർക്കും അറിയാം. അല്ലെങ്കിലും അറിയാത്ത കുറെ ആൾക്കാർ കാണുമല്ലോ. അല്ലെങ്കിൽ പേഴ്സണലി ആരെങ്കിലും? എനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സഞ്ചറിൽ മെസ്സേജ് വന്നു, ഇൻസ്റ്റയിൽ മെസ്സേജ്, ഇങ്ങനത്തെ തേപ്പ് കിട്ടിയിട്ടുണ്ടോ, ആരാണ് ആ വ്യക്തി. അപ്പം ആരാണെന്നൊന്നും എനിക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ആ കുട്ടി എന്തായാലും വളരെ നല്ലൊരു, ഞാൻ പറഞ്ഞു പാർട്ടിക്കാരി എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനല്ല, പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം കാണും ചിലപ്പോൾ. അവന്റെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അവൻ പറഞ്ഞു, അത് ഓപ്പൺ അപ്പ് ആക്കി ആരും പറയാറില്ല. അങ്ങനെയല്ല ചേട്ടാ, നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ലവ്, ഇപ്പൊ നിനക്കും ഉണ്ടായിരിക്കും ഒരു ഫസ്റ്റ് ലവ്, ചേട്ടനും ഉണ്ടായിരിക്കാം. ഒന്നല്ലടാ ഫസ്റ്റ് ലവ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞങ്ങൾ ചോദിക്കും ലാസ്റ്റ്. ആ ഫസ്റ്റ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്കുണ്ടായി. അപ്പം അതിലിപ്പോൾ എനിക്കിപ്പം എന്താ പറയുക, ഞാനത് സക്സസ് ആയിട്ടില്ല. അതിലിപ്പോൾ എന്ത് സംഭവിച്ചാലും അത് എന്നെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പം ഞാൻ ചില റിലേഷൻസ് ഒക്കെ ബ്രേക്ക് ആവുന്ന സമയത്ത് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് വന്നിട്ട്, അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ആർക്കെങ്കിലും ഈ കാര്യം ഷെയർ ചെയ്യുമ്പോൾ അവർ വന്നിരുന്നിട്ട് പറയും, അവളെ പോകാൻ പാടില്ല, അവൾ മറ്റവളെ. ഇവർക്കാർക്ക് ഇവരാരും ഒരു ദ്രോഹം ചെയ്യുന്നില്ല. അപ്പം ഞാൻ സ്നേഹിച്ചൊരു പെൺകുട്ടി, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടി, അവളെ തെറി വിളിക്കാനായിരുന്നാലും അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടൊരു സ്വാതന്ത്ര്യം. ചേട്ടാ, അത് നിങ്ങൾ പറഞ്ഞൊരു വലിയൊരു സത്യം. ആരോടും ഷെയർ ചെയ്യാൻ പാടില്ല. പക്ഷെ കഴിഞ്ഞ ഇന്റർവ്യൂ വന്നിരുന്നിട്ട് നീ ഷെയർ ചെയ്തായിരുന്നല്ലോ. ഞാൻ ഷെയർ ചെയ്തു പറഞ്ഞ ഇപ്പം ആരും ആ കുട്ടിയെ തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, ആ കമന്റ്സിൽ കുട്ടിയെ തെറി ഒന്നും വിളിച്ചിട്ടില്ല. നന്മയുള്ള ലോകമേ, നന്മയുള്ള ലോകമല്ല ചേട്ടാ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞതല്ല. ഫീൽ ചെയ്തടാ. അല്ല, ഫീൽ ചെയ്യുന്നില്ല ചേട്ടാ. അത് എന്ത് തന്നെ ആ റിലേഷനിൽ സംഭവിച്ചെന്നാലും അത് എൻ്റെ മാത്രം സ്വകാര്യമാണ്.
അപ്പൊ പിന്നെ വേറെ ആർക്കും പറയാൻ പാടില്ല, വേറെ ആരും ചോദിക്കാനും പാടില്ല. ഇന്റർവ്യൂവിന്റെ ഇടയിൽ ഇരുന്ന് പറയാൻ പാടില്ല. അല്ല അത് നിങ്ങൾ ചോദിക്കാനും പാടില്ല. നിങ്ങളിപ്പോ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഇത് പറഞ്ഞു കഴിഞ്ഞൊരു കാര്യം. നിങ്ങളിപ്പോ എന്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് എനിക്ക് കയ്യിൽ നിന്ന് പോയി പറഞ്ഞു കഴിഞ്ഞ മെസ്സേജും വന്നു കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അത് എനിക്കിപ്പോ മെസ്സേജ് ഒന്നും റോങ് ആയിട്ട് വന്നിട്ടില്ല. അല്ല എന്റെ അടുത്ത് ഞാൻ പേഴ്സണലി വന്നിട്ടുണ്ട്. അല്ല അതിനിടയ്ക്ക് ഞാൻ ചോദിക്കാൻ പറഞ്ഞു, ഈ ഇന്റർവ്യൂ ആ കുട്ടി കണ്ടിരുന്നോ? നമ്മൾ ആ കുട്ടി കണ്ടുപോയില്ലെന്ന് എനിക്ക് അറിയില്ലല്ലോടാ. ഇല്ല എന്നോട് എന്നെ അല്ല കോൺടാക്ട് അവരുടെ ആരെങ്കിലും കണ്ടോ? അവരുടെ റിലേഷൻ ആരെങ്കിലും കണ്ടോ?